പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അബി ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ജലജ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ജലജയോട് പറയുന്നുണ്ട്, ഇപ്പം ശരിക്കും നമ്മളെക്കാളേറെ നീ ജയിലിൽ പോയത് നാണക്കേടായിരിക്കുന്നത് നവ്യയ്ക്കാണ്. അവളൊരു ബോംബാണ്. അവളുടെ അനിയത്തിമാരുടെ പേര് കേൾക്കുന്നതേ അവളിപ്പോൾ പൊട്ടിത്തെറിക്കും, ആ അവസ്ഥയിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് മുത്തച്ഛനെ കാണിക്കുന്നുണ്ട്. മുത്തച്ഛൻ അവിടെ നവീൻ്റെ വീട്ടിൽ പറയുന്നുണ്ട്, എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്, പക്ഷേ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇപ്പോൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, അതാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അനിയും നന്ദുവും തമ്മിലാണ് ഇഷ്ടമെന്ന് മുത്തച്ഛൻ അവിടെ പറയുമോ എന്നറിയില്ല. ഏതായാലും അഭിയും ജലജയും കൂടെ അനന്തപുരിയിലേക്ക് എത്തുന്നു. അകത്തോട്ട് കയറുന്നതിന് മുമ്പേ ജലജ പറയുന്നുണ്ട്, ഈ വീടിനകത്ത് നിന്നെ സ്നേഹിക്കുന്ന ഒരുത്തിയുണ്ട് നവ്യ, അവളെ മുൻനിർത്തിയാണ് ഞാനിപ്പം കളിക്കുന്നത്, നീയും അങ്ങനെ തന്നെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഈ നവ്യയുടെ ഈ കുത്തുവാക്കും കാര്യങ്ങളൊക്കെ കേട്ട് മടുത്തിട്ട് നയന ആദർശനോട് പറയുന്നുണ്ട്, എൻ്റെ ചേച്ചിയൊക്കെയാണ്, പക്ഷേ ചില സമയത്ത് ചേച്ചിയുടെ സംസാരം കേൾക്കുമ്പം എനിക്ക് ദേഷ്യം വരും, എല്ലാം അങ്ങ് തുറന്നു പറഞ്ഞാലോ എന്ന് തോന്നുവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ട് നവ്യ കയറി വരുന്നുണ്ട്. നവ്യ അഭിയും കൂടെ ഉറപ്പായിട്ടും കുറേ ഡയലോഗ് വിടും. നിൻ്റെ ഭർത്താവിൻ്റെ അത്രയും കൊള്ളരുതാത്തവനല്ല എൻ്റെ ഭർത്താവ്, എൻ്റെ ഭർത്താവ് ചെയ്ത തെറ്റിനേക്കാൾ വലുതാണ് നിൻ്റെ ഭർത്താവ് ചെയ്തതെന്ന് പറഞ്ഞ് കുറേ ഡയലോഗ് വിടും. അത് കേട്ട് നയന മിക്കവാറും കുറേ എക്സ്പ്രഷൻ ഇട്ട് അവിടെ അങ്ങ് നിൽക്കും. ചേച്ചിയുടെ ഭർത്താവ് എന്തൊക്കെ തെറ്റ് ചെയ്താലും എത്ര കൊള്ളരുതാത്തവനാണേലും അവൻ്റെ കൂടെ തന്നെ ചേച്ചി ജീവിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു അനിയത്തി, അതായിട്ടാണ് എനിക്ക് നയനെ ഫീൽ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയായിരുന്നു പ്രമോ.